ഇന്ത്യയുമായി താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ തയ്യാറുമല്ല. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ താരിഫ് നയങ്ങൾ എങ്ങനെയാവും ഇന്ത്യയെ ബാധിക്കുക? എങ്ങനെ ഇന്ത്യ അതിനെ ഫേസ് ചെയ്യും? എങ്ങനെ അതിനെ നേരിടും? ഇക്കാര്യങ്ങൾ ശ്രീ CMA നായർ വിശദീകരിക്കുന്നു. എന്താണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ അമേരിക്ക ഇത്രമാത്രം എതിർക്കുന്നത്? എന്താണ് അതിൻ്റെ കാരണം? എന്താണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു കാരണം, റഷ്യയിൽ നിന്നും നമ്മൾ അല്ലെങ്കിൽ ചൈന ഏത് രാജ്യമാണെങ്കിലും എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ അതിൽ നിന്നും കിട്ടുന്ന പൈസ റഷ്യ യുക്രൈനിലെ വാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പോയിന്റിലാണ് ഇത് പറയുന്നത്. സാധ്യതയുണ്ട്, ഇല്ലയെന്ന് പറയുന്നത് ശരിയല്ല. റഷ്യക്ക് കാശുണ്ടെങ്കിൽ യുദ്ധം നടത്താൻ പറ്റില്ല. പക്ഷേ അത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത് ഇന്ത്യക്ക് എണ്ണ ആവശ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആരെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാനുണ്ടെന്ന് വരികയിൽ നമ്മൾ എങ്ങനെ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് എവിടെ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പറ്റുന്നു? ഇതെല്ലാം മീഡിയം ടേം ലോങ് ടേം കോൺട്രാക്ട്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സൈൻ ചെയ്യും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു തന്ത്രം മാത്രമാണ്. അതായത് ഇന്ത്യയെ ഇതുപോലെയുള്ള ആക്ഷൻസ് കൊണ്ട് എങ്ങനെ സബ്ജുഗേറ്റ് ചെയ്യാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ അതിൽ നിന്നും പിന്മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ഈ തന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത് പറ്റില്ല. കാരണം ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട സപ്ലൈസ് ഒരാളാണ് റഷ്യ. പിന്നെ പ്രൈസ് നമുക്ക് കുറഞ്ഞു കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ആയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്നു. ഇതിൽ കവിഞ്ഞിട്ട് നമുക്ക് പറ്റുന്നതിനകത്ത് താല്പര്യമുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് വാസ്തവം. എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം എതിർപ്പ് അമേരിക്കയ്ക്ക് ഇതിനോട്? അമേരിക്കയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് എപ്പോഴും ശക്തി ഉപയോഗിച്ച് എല്ലാം നേടിയെടുക്കാം എന്നുള്ളതാണ്. അവരുടെ ആ ഒരു അറഗൻസ് വളരെയധികം വിസിബിളാണ് ഇതിനകത്ത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല റിലേഷൻസ് ആകുന്ന സാഹചര്യത്തിലും അല്ലാത്ത സാഹചര്യത്തിലും എല്ലായ്പ്പോഴും ഞങ്ങൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ചാണ് അവരുടെ. അത് മാറാൻ പോകുന്നില്ല. പക്ഷേ ഇന്ത്യ എല്ലാ സമയത്തും ഇതിനു മുമ്പും ഇതുപോലുള്ള സാഹചര്യങ്ങൾ 2 പ്രാവശ്യങ്ങളും വന്നിട്ടുണ്ട് അടുത്ത കാലം. അപ്പോഴെല്ലാം ഇന്ത്യ എടുക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യം നോക്കി പറ്റുള്ളൂ. ആ താല്പര്യം നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പോകും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. ഇതാണ് നമുക്ക് സംഭവിച്ചത്. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് റഷ്യയുടെ മണ്ണിൽ പോയി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യ അതിനെ നേരിടാൻ പോകുന്നത്? നേരിടുക എന്ന് പറയുന്നത് ഇതിനകത്ത് അമേരിക്കയുടെ ഈ പർട്ടിക്കുലർലി ഈ പ്രസിഡന്റ് ട്രംപ് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണലി പ്രഷർ നമ്മുടെ മേലിൽ ചെലുത്തുക. അത് ചെലുത്തുമ്പോൾ അതിനകത്ത് വാസ്തവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഇങ്ങനെ വളരെ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുക, അതിനെ നമ്മൾ ഉപദ്രവിക്കാനായിട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞു 25% നമ്മുടെ ഇവിടുന്ന് പോകുന്ന സാധനങ്ങൾക്ക് ഡ്യൂട്ടി ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ പറയുന്നു 50%. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നമ്മുടെ ഇവിടുന്ന് പോകുന്ന സാധനം ഏതാണ്ട് 85 മില്യൺ ആണ് നമ്മുടെ ഇവിടുന്ന് മില്യനാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സാധനങ്ങൾ അമേരിക്കയിൽ എത്തുമ്പോൾ ഈ 25% ഡ്യൂട്ടി ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ വില 25% കൂടും എന്നുള്ളതിനകത്ത് പിന്നെ സംശയമൊന്നുമില്ല. നമ്മൾ പറയാൻ പോകുന്നില്ല വിലയൊന്നും. വരുമ്പോൾ അടുത്ത 25% നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് യാതൊരു വ്യത്യാസവുമില്ല. ബിക്കോസ് നമ്മൾ അവിടെ 25% കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കോമ്പറ്റീറ്റീവ് അല്ല. പിന്നെ അത് 50 ആയാലും 100 ആയാലും 500 ആയാലും എല്ലാവരെയും ഇഫക്റ്റേ ഉള്ളൂ. പിന്നെ അവർക്ക് ഒരു ലോകത്തിനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ 50-ൽ നിന്ന് 25-ൽ നിന്ന് 50 ആക്കി, 50-ൽ നിന്ന് 100 ആക്കി എന്നെല്ലാം പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വാസ്തവം. പക്ഷേ 75 ബില്യൺ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ നമ്മൾ അവിടുന്ന് 45
ബില്യനോ 40 ബില്യനോ സാധനങ്ങളാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ ചോദ്യം ഇതാണ്, ഈ 85 ബില്യൺ നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് അവിടെ കോമ്പറ്റിറ്റീവ് ആയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഒരു ചോദ്യം വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, നമ്മളൊരു ഗ്രോയിങ് എക്കോണമിയാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അപ്പോൾ ആ ഗ്രോയിങ് സ്റ്റേജിൽ നമ്മുടെ ഈ ഇൻക്രീസ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നമ്മുടെ ഡൊമസ്റ്റിക് കൺസപ്ഷൻ ഉപയോഗിക്കാൻ പറ്റണം ഒരു പരിധി വേണം. നമുക്ക് ഈ ഐറ്റംസ് വേറെ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അമേരിക്കയിലേക്ക് പറ്റിയില്ല, വേറെ രാജ്യങ്ങൾ സൗദി രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ 2 അപ്രോച്ചിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് രണ്ടും ഓവർനൈറ്റ് നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ടെമ്പററി ആയിട്ട് നമുക്കൊരു സെറ്റ് ബാക്ക് വരും. ആ സെറ്റ് ബാക്കിനെ നമ്മൾ എങ്ങനെ മാറ്റിയെടുത്ത് പെർമനൻ്റ് ആയിട്ട് സൊല്യൂഷനാക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? ഏതൊക്കെ മേഖലയെ ബാധിക്കുന്നുണ്ട്? കേരളത്തിനെ സാരമായി ബാധിക്കും. കാരണം കേരളത്തിൽ നിന്ന് പോകുന്ന അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എക്സ്പോർട്ട്സ്, അത് മറീൻ പ്രോഡക്ട്സ്, പിന്നെ ഫൈബർ, നാച്ചുറൽ ഫൈബർ ലൈക്ക് കോയർ, പിന്നെ സ്പൈസസ്. അപ്പോൾ ഈ പ്രോഡക്ട്സ് എല്ലാം ഒരു ലാബ് സ്റ്റേജിലായിട്ട് ഉള്ള ഒരു സ്റ്റോപ്പേജ് വരികയാണെങ്കിൽ കേരളത്തിലെ ബാധിക്കും. ഇതെല്ലാം എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസുമാണ്. അപ്പോൾ ഈ എക്സ്പോർട്ട് എന്നുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് ഉപരിയായിട്ട് ഇവിടെ ഈ തൊഴിലിനുള്ള സാധ്യതയുടെ ഇതിനകത്ത് ഒരു പ്രശ്നം വരും. ഇപ്പോൾ ഒരു ഐറ്റം മാത്രം ഞാൻ പറയുകയാണ്, ഇമറിൻ എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിമ്പാണ് ഏറ്റവും കൂടുതൽ 2.5 ബില്യനാണ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഉള്ള എക്സ്പോർട്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്നാണ്, ആന്ധ്രയിൽ നിന്നും ഒറീസയിൽ നിന്നും എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ടോട്ടൽ മറീൻ എക്സ്പോർട്ട്സ് $2.5 ബില്യൺ. അപ്പോൾ അത് അവർ ഈ ഡ്യൂട്ടി 25% ഡ്യൂട്ടി കൂട്ടുകയാണെങ്കിൽ അതവിടെ പബ്ലിക് ആകും. അതേസമയത്ത് അവർ വാങ്ങിക്കുന്ന മറ്റു രാജ്യങ്ങൾ, സിരിയയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, ചൈന ഉണ്ട്, പിന്നെ ഇന്തോനേഷ്യയിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളിലേക്കുള്ള പ്രോഡക്ട്സിന് ഇതിനേക്കാൾ കുറച്ച് ഡ്യൂട്ടിയാണെങ്കിൽ അതവിടെ കോമ്പറ്റീവ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇന്ത്യക്കാണ് പറ്റില്ല. ഇത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ഒരു വലിയ പ്രശ്നം വരും. നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻഡസ്ട്രി, ഇതിലെ തൊഴിലാളികൾ, ഇവരെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനും ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഒന്ന്, നമുക്ക് ഈ പ്രോഡക്ട്സ് ഡൊമസ്റ്റിക് കൺസംഷന് കൂട്ടാൻ പറ്റണം. കാരണം ഈ ഷിമ്പെന്ന് പറയുന്ന പോലെയുള്ള പ്രോഡക്ട്സ് ഒരു ഹൈ എൻഡ് പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൺസംഷന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ് പവറുള്ള ആ പോപ്പുലേഷനിലേക്ക് ഇത് നമുക്ക് കടത്തി കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ റഷ്യ മുതലായ രാജ്യങ്ങളിലേക്ക്, ജപ്പാൻ മുതലായ രാജ്യങ്ങളിലേക്ക് കൂടുതൽ കയറ്റി അയച്ച് ഈ ഒരു സെറ്റ് ബാക്ക് ഒന്ന് മാറിയിരിക്കാൻ പറ്റുമോ എന്ന് നോക്കേണ്ടി വരും. പക്ഷേ ഒരു ടെമ്പററി ആയിട്ട് പറയുകയാണെങ്കിൽ അമേരിക്കയ്ക്കും തിരിച്ചടിയുണ്ടല്ലോ ഈ താരിഫ് യുദ്ധം. പല കോൺട്രാക്റ്റുകളും പല രാജ്യങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ആയുധ ഇടപാടുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക എങ്ങനെയായിരിക്കും ഈ താരിഫ് യുദ്ധം ബാധിക്കാൻ പോകുന്നത്? അത് ദോഷമായിട്ട് ബാധിക്കുകയാണോ അത് അനുഗുണമായിട്ട് വരുന്നുണ്ടോ അമേരിക്കയ്ക്ക്? യാതൊരു സംശയമില്ല, അമേരിക്കയെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റ്, 3.3 ട്രില്യൺ ഇമ്പോർട്ടും 2.something എക്സ്പോർട്ടുമാണ് അവർക്കുള്ളത്. അതായത് ഏതാണ്ട് $1.5 ട്രില്യൺ ട്രേഡ് ഡെഫിസിറ്റാണ്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് നോക്കുമ്പോഴേ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ മനസ്സിലാക്കാൻ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് കൂടുതൽ എക്സ്പെൻസീവായി വന്നപ്പോൾ അത് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് അവരുടെ ഫാക്ടറികളിൽ നിന്ന് മാറ്റി, ലാർജ് സ്കെയിൽ ഷിഫ്റ്റിംഗ് ഓഫ് ഫാക്ടറീസ് മാറ്റിയിട്ട് അവിടെ ഉണ്ടാക്കി ചീപ്പായിട്ട് കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കും. ഇത് കഴിഞ്ഞ 20-25 കൊല്ലമായിട്ടാണ് ഇതിൻ്റെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ സാധനങ്ങൾ ചീപ്പായിട്ട് നേരത്തേക്ക് വരുമ്പോൾ ഇൻഫ്ലേഷന് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും.
പക്ഷേ ഇങ്ങനെ ട്രംപ് പറയുന്നത് അതിനകത്ത് ലോജിക്കുണ്ട്. ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒബാമ പറഞ്ഞതാണ്. പക്ഷെ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസം. അപ്പോൾ ഇത് അമേരിക്കയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ വില വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് കൂടുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എക്കോണമി കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് അതിനകത്ത് വാസ്തവം. പക്ഷേ ഇപ്പോൾ ഈ ടാരിഫ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സാധനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ തന്നെ ഇൻഫ്ലേഷൻ വന്നു വരുന്നു. അപ്പം ഈ ടാരിഫുകൾ കൂടുതലായിട്ട് ചാർജ് ചെയ്യുന്ന രാജ്യങ്ങൾ അവരുടെ കാര്യം നോക്കാതിരിക്കാനൊക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതിൽ ഈ അമേരിക്കയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് എഗ്രിമെൻറ്റിന് യാതൊരു വിലയില്ല. അപ്പം അവർ നാഫ്ത എന്ന് പറഞ്ഞ ട്രേഡ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ട് കാനഡയും പിന്നെ മെക്സിക്കോയും അമേരിക്കയും കൂടെ ഉണ്ടാക്കിയ ട്രേഡ് എഗ്രിമെൻറ്റ് അത് പണ്ട് ബുഷാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ക്ലിൻ്റനാണ് സൈൻ ചെയ്തത്. ബുഷ് ഫാദർ ആണ് തുടങ്ങിയത്. ക്ലിൻ്റൻ അത് സൈൻ ചെയ്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ ഫസ്റ്റ് ടൈമിൽ ട്രംപ് അതെല്ലാം കൂടെ പ്രഖ്യാപനം ചെയ്യാതില്ല എന്ന് പറഞ്ഞ് റീനെഗോഷിയേറ്റ് ചെയ്തു. ആ കോൺട്രാക്ട് പിന്നെ വേറെ നോക്കി മാറ്റി. ഇപ്പം പറയുന്നത് അത് കാര്യമല്ല. അപ്പം അമേരിക്കയുമായിട്ട് ഉള്ള ഒരു ട്രേഡ് റിലേഷൻ്റെ ഒരു പ്രശ്നമാണ്. അവർ പറയുന്നത് ഒന്നും റെസ്പെക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് പവറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം. ഞാൻ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം വെജിറ്റബിൾസിൻ്റെ പ്രൈസസ് അമേരിക്കയിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. ലൈക്ക് ടൊമാറ്റോസ്, ക്യാബേജ് പോലെയുള്ളതെല്ലാം. അതെല്ലാം വരുന്നത് മെക്സിക്കോയിലാണ്. ഇപ്പോൾ മെക്സിക്കോ ലാർജ് എക്സ്പോർട്സ് ടു അതർ കൺട്രീസ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അമേരിക്കയിൽ ഇപ്പോൾ ഷോർട്ടേജ് ഉണ്ട്. ടൊമാറ്റോ ഒന്നും കിട്ടാനില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. ഇത്തരം പ്രശ്നങ്ങൾ അമേരിക്ക കൂടുതലായിട്ട് വരും. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് തോന്നുന്നത് നമ്മുടെ ഒരു പാരമ്പര്യ ശത്രു എന്ന് നമ്മൾ കരുതുന്ന ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുന്നതാണ്. അങ്ങനെ ഒരു ചൈന റഷ്യ ഇന്ത്യ ബന്ധം വന്നാൽ, ഒരു സൗഹൃദം രൂപപ്പെട്ടാൽ അത് നിർണായക ശക്തിയായി മാറാൻ സാധ്യതയുണ്ടോ? എങ്ങനെയായിരിക്കും അത് ലോക ശാക്തിക ചേരികളെ മാറ്റിമറിക്കുന്നത്? അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് ഈ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നത്തിങ് ബട്ട് പെർമനൻറ്റ് റിലേഷൻ, പെർമനൻറ്റ് ഇൻട്രസ്റ്റ് മാത്രമേ. നമ്മുടെ താല്പര്യം എന്താണ്? ആ താല്പര്യം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുമ്പോൾ അത്തരം ഒരു റിലേഷൻ എന്നുള്ളത്. അതിപ്പം അമേരിക്കയിലും കൊള്ളാം, പിന്നെ ചൈനയിലും. പക്ഷേ റഷ്യയുമായിട്ടുള്ള റിലേഷൻ അതല്ല. അതായത് 1971 മുതലൊക്കെ, അതിന് മുമ്പത്തെ ആയിരുന്നു. പക്ഷേ 1971 മുതലൊക്കെ ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് കരാറും നമ്മുടെ മിസസ് ഇന്ദിരാഗാന്ധി യുദ്ധത്തിൻ്റെ സമയത്ത് നടത്തിയ കരാറും അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റഷ്യ എന്നും എല്ലാ സമയത്തും ഒരു സുഹൃത്താണ്. അപ്പം അങ്ങനെയുള്ള റഷ്യയെ നമ്മൾ തള്ളി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ്റും, ഇന്ത്യ ആയാലും കോൺഗ്രസ് ആയാലും അവർക്കൊന്നും പറയാനില്ല. അപ്പം ഈ ചോദ്യത്തിനകത്ത് ഉത്തരം രണ്ടായിട്ട് വരും. ഒന്ന്, റഷ്യയുമായിട്ടുള്ള റിലേഷൻ പെർമനൻ്റ് ആയിരിക്കും. അത് പെർമനൻ്റായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് സംശയങ്ങളൊന്നും വേണ്ട. പിന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം അത് ട്രാൻസാക്ഷനാണ്. അതായത് ഇന്ത്യയും ചൈനയും രണ്ട് കമ്പീറ്റിംഗ് പവേഴ്സാണ്. നമ്മുടെ ഈ ബോർഡർ ഇഷ്യൂസൊക്കെ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ തന്നെയും ഇന്ത്യയും ചൈനയും രണ്ടുപേരും, ചൈന ആൾറെഡി അത് തന്നെയാണ് ഒരു ലോക പവറായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യ അതിലേക്ക് ആ സ്റ്റേജിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അമേരിക്ക ചൈനയെ ഒപ്പോസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന അമേരിക്കയെ ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ചൈനയെ അടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ. അപ്പം ഇന്ത്യ ആ സ്റ്റേജ് എത്തിയിട്ടില്ല. അപ്പോൾ ആ സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് ചൈനയും അമേരിക്കയും എല്ലാം ഇന്ത്യയെ താഴ്ന്നതിനായിട്ട് നോക്കും. അപ്പോൾ അതുകൊണ്ട് ചൈനയുമായിട്ടുള്ള ഒരു റിലേഷൻ ട്രാൻസാക്ഷണലായിരിക്കും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് വേണ്ടില്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. ഈ നേരത്തെ നമ്മളൊരു ഗ്ലോബൽ മെറ്റ്ലൗൺ ഉണ്ടായല്ലോ സാർ, ആഗോള മാന്ദ്യം ഉണ്ടായല്ലോ. ആ മാന്ദ്യത്തിലൊക്കെ ഇന്ത്യക്ക് വളരെ നന്നായിട്ട് ഉയർന്നു വരാൻ പറ്റി. ബാങ്കുകളൊക്കെ തകർന്നടിഞ്ഞപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ ശക്തമായിട്ട് തന്നെ നിന്നു.
അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ അമേരിക്കയുടെ താരിഫ് നയങ്ങളും യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, താരിഫ് യുദ്ധവും ഒക്കെ ഇന്ത്യക്ക് വളരെ നന്നായിട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് തന്നെയാണോ? യാതൊരു സംശയവുമില്ല. അപ്പം യാതൊരു സംശയമില്ല ഞാൻ പറയുമ്പോൾ ഇതിനു മുമ്പ് 2008 സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നതിന് ഒരു വശമാണ് പലരും ചെയ്യാത്ത ചെയ്തു. അന്ന് അത് 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലെ RBIയുടെ പോളിസിയിൽ ഒരു ലിക്വിഡിറ്റി കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻബിൽ പ്രൊവിഷൻ ഈ SLR എന്നും CRR എന്നും പറഞ്ഞ 2 റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ നിന്ന് പണം ഒരു സെക്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് സാധിച്ചു. അതുകൊണ്ടാണ് അന്ന് പ്രശ്നം വരാറ്. 2008 ഇന്ത്യ അതിനെ വിസ്റ്റാൻഡ് ചെയ്തത് പ്രധാനമായും RBIയുടെ ഒരു പോളിസി ഡിസിഷൻ കൊണ്ട് മാത്രമാണ്. അതായത് ഈ മാന്ദ്യം വന്നപ്പോൾ മാർക്കറ്റിലേക്ക് പൈസ ഇറക്കാനായിട്ട് ബാങ്കുകളിൽ നിന്നും പൈസ ഇറക്കാനായിട്ടുള്ള സാധ്യത കൊണ്ടുവന്നിട്ട് ഈ CRR എന്നും SLR എന്നും പറഞ്ഞ 2 റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാങ്കുകളിൽ നിന്നും പൈസ പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ രക്ഷപ്പെട്ടത്. അതേ ഒരു സിറ്റുവേഷനിൽ പരിധിവരെ ഇന്നുണ്ട്. അത്രയും ഇല്ലെങ്കിലും ഇന്നും അതേവരെ വരും. 2, ഇന്ന് അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള സിറ്റുവേഷൻ ഇന്ത്യക്കുള്ളത് നമ്മുടെ ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് നമ്മുടെ ഇങ്ങനെ എക്സ്പോർട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ കഴിയുന്നതിന് പകരം എക്സ്പോർട്ടിന് പകരം നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷൻ കൂട്ടി നമ്മുടെ ഗ്രോത്തിനെ കൂട്ടുക എന്നുള്ളൊരു പോളിസിയിലേക്ക് പോകും. അതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല, ഇന്ത്യ എക്കണോമിക്കലി ഈ സിറ്റുവേഷനെ ഫേസ് ചെയ്ത് മുമ്പോട്ട്. വളരെ നന്ദി സർ.